വെൽക്കം ബാക്ക് ടു എജുവാല 2.0. അപ്പോൾ +2 അക്കൗണ്ടൻസിയിലെ കമ്പ്യൂട്ടറൈസ്ഡ് ആയാലും AFS സ്റ്റുഡൻസ് ആയാലും +2 അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്ന 2 ചാപ്റ്റേഴ്സ്, അതിൽ നിന്ന് 25 മാർക്ക് നമുക്ക് കിട്ടും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതുവരെ 4 പാഠങ്ങൾ നമുക്ക് പാർട്ട് എയിലുണ്ട്, പാർട്ട് ബിയിലും സെപ്പറേറ്റ് പാഠങ്ങളുണ്ട്. അത് പല കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡുകാരും ഉണ്ട്, AFSകാരും ഉണ്ട്. 2 പേർക്കും നമ്മൾ വീഡിയോസ് ഇടും കേട്ടോ. നമ്മൾ അക്കൗണ്ടൻസി എക്സാം വരുന്നത് 16-നാണ്, 16-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എങ്ങനെയും നമുക്കൊരു 10-15 ദിവസം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്. ബിസിനസ് സ്റ്റഡീസ് എക്സാം കഴിഞ്ഞ് ദർ ഇസ് ഓൺലി 1 ഡേ, ഒരു ദിവസമേ നമുക്ക് കിട്ടുന്നുള്ളൂ അക്കൗണ്ടൻസി പഠിക്കാനായിട്ട്. സോ ഈ ഒരു ദിവസങ്ങളിൽ ഈ ഒരു 5-ാം തീയതി 6-ാം തീയതി വരെയൊക്കെ നിങ്ങൾക്ക് ഏത് പഠിക്കാം? അക്കൗണ്ടൻസി പഠിക്കാം. പക്ഷേ 5-ാം തീയതി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ടാവും? സ്റ്റാറ്റി പഠിക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയും നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് വൈസ് പഠിച്ചതേ കാര്യമുള്ളൂ. കാരണം സമയമുള്ള സ്റ്റുഡൻസും ഉണ്ട്, സമയമില്ലാത്ത കുട്ടികളും ഉണ്ട്. അപ്പോൾ ഒരു 2 പാഠത്തിൽ നിന്ന് മിസ്സ് പഠിക്കുന്ന ടോപ്പിക്കുകൾ, മിസ്സ് പറയുന്ന കാര്യങ്ങൾ, പ്രോബ്ലംസും തിയറീസും പഠിച്ച 25 മാർക്ക് കിട്ടും. എങ്ങനെ നമുക്ക് നോക്കാം? ഈ 25 മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അക്വയർ ചെയ്തിരിക്കുന്ന കുട്ടികളും ഉണ്ടാവാം. ഈ പ്രോബ്ലംസ് ഞങ്ങൾ പഠിച്ചു മിസ് എന്ന് പറയുന്ന കുട്ടികളും ഉണ്ടാവാം. അപ്പോൾ അവർക്കെല്ലാവർക്കും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 പാഠങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ആ 2 പാഠം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചെടുക്കാനും മറക്കരുത്. നമ്മുടെ മാർച്ച് എന്ന് പറയുന്നത് എക്സാം ഓറിയന്റഡ് ടോപ്പിക്സ് ആണ്. മാർച്ച് മാസം എല്ലാ ടോപ്പിക്സുകളും എല്ലാ ഇമ്പോർട്ടൻസുകളും നമ്മൾ എന്തായാലും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ പാർട്ട് എയിൽ നിന്ന് 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ബേസിക് കൺസെപ്റ്റ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ ഈ 4 പാഠങ്ങളിൽ നിങ്ങൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന 2 പാഠങ്ങളാണ് മിസ് ചെയ്തിരിക്കുന്നത്. 2 ചാപ്റ്റേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അത് നമുക്ക് 2nd ചാപ്റ്റർ ആണ് വരുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർ 4th ചാപ്റ്റർ ആണ് വരുന്നത്. ഈ 2 പാഠമാണ് നിങ്ങൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതായത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 4 പാഠങ്ങൾ പാർട്ട് 1-ലുള്ളൂ. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ 2 പാഠമാണ്. അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. 17 മാർക്കോളം നമുക്ക് അഡ്മിഷനിൽ നിന്നും 11 മാർക്കോളം നമുക്ക് ഡിസൊല്യൂഷനിൽ നിന്നും വെയിറ്റേജ് ഉണ്ട്. ദെൻ ഇതിൽ 2-ലുമാണ് നമുക്ക് essay ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുക, 8 മാർക്കിൻ്റെ പ്രോബ്ലംസ്. പിന്നെ നിങ്ങൾ വിചാരിക്കും പ്രോബ്ലംസ് മാത്രമല്ലാതെ തിയറീസ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഓരോ പാഠങ്ങളിൽ നിന്നും പഠിക്കേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. പ്രോബ്ലംസ് ആദ്യം പറയാം. ദെൻ ഓരോ പ്രോബ്ലംസ് നമ്മൾ ഇതിൽ നിന്നും നമ്മൾ ഓരോ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനൽ എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യും. റേഷ്യോസിൻ്റെ ഇട്ടിട്ടുണ്ട്, SAMR ക്വസ്റ്റ്യൻസ് 8 മാർക്കിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് ഇട്ടിട്ടുണ്ട്, റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ പറയുന്ന ബാക്കി പ്രോബ്ലംസ് മിസ് ഇടും കേട്ടോ. ജേർണലിൽ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. ഓക്കെ, എല്ലാം നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ 2 പാഠം നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. ഏറ്റവും ആദ്യം നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലംസ് ആണ്. essay പ്രോബ്ലം മസ്റ്റ് ആയിട്ട് പഠിക്കണം. റിവാലുവേഷൻ അക്കൗണ്ട്, ദെൻ ന്യൂ ബാലൻസ് ഷീറ്റ് ആൻഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് 3ഉം കൂടി 8 മാർക്കിന് അല്ലാതെ ചോദിക്കാറില്ല. ഇത് 3ഉം കൂടി 5 മാർക്കിന് ചോദിക്കാറില്ല. ഇനി മിസ് പറഞ്ഞ ഈ 3 എണ്ണം കൂടി 5 മാർക്കിന് റിവാലുവേഷൻ മാത്രമായിട്ട് ചോദിക്കാറില്ല. ദെൻ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് അഡ്മിഷന്റെ ചാപ്റ്ററിൽ നിന്ന് ഒരിക്കലും ചോദിക്കാറില്ല. നമുക്കിത് 3ഉം കൂടി 8 മാർക്കിന്റെ പ്രോബ്ലം, ദാറ്റ് ഈസ് മസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇനി ഇത് അറിയുന്നില്ല, പ്രോബ്ലംസ് അറിയുന്നില്ല, ചെയ്യാൻ അറിയില്ല എങ്കിൽ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. essay ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാം. ആ ക്വസ്റ്റ്യനും ആ ആൻസറും എങ്ങനെയാണ് ഓർഡർ വൈസ് ചെയ്തത് അത് നല്ല പോലെ പഠിക്കാം. അത് മതി. ആ ഓർഡറിൽ നിങ്ങൾ എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. മിസ്സാണ് പറയുന്നത്, ഷുവർ ആണ്. ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് 2-3 മെത്തേഡ് ഉണ്ടെന്ന് മാത്രം. ഏവറേജ് ഉണ്ട്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. ഇതിൽ 3 നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇടും, ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ. ഈ 4 മാർക്ക് നമുക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. ഓക്കെ, ജേർണൽ എൻട്രീസ് വിത്ത് 3 മാർക്സ്, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ജേർണൽ എൻട്രീസ് നമുക്ക് ഒന്നെങ്കിൽ റിട്ടയറിംഗിൽ നിന്നോ അഡ്മിഷനിൽ നിന്നോ ഈ 2 പാഠത്തിൽ നിന്നാണ് ജേർണൽ എൻട്രീസ് ചോദിക്കുക. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ട ജേർണൽ എൻട്രീസ് ഏതാണെന്ന് മിസ് കാണിച്ചു തരാം, അത് പഠിക്കണം. ദെൻ സാക്രിഫൈസിങ് റേഷ്യോയുടെ 2 മാർക്കിന്റെ ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് ചോദിക്കാറുണ്ട്, 1 മാർക്കിൽ ചോദിക്കാറുണ്ട്. ദെൻ നമ്മളോട് 2 മാർക്കിന് സാക്രിഫൈസിങ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇടും. ഈ ക്വസ്റ്റ്യന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ സാക്രിഫൈസിങ് റേഷ്യോ ആണ്.
ഓക്കെ. അപ്പൊ ഈ മാർക്ക് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കി. ഓക്കെ, 8 4 12 12 15 17 മാർക്ക് ഒരു പാഠത്തിൽ നിന്ന് പ്രോബ്ലം ആയി. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മോഡൽ എക്സാം പേപ്പറോ നിങ്ങളെ മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കി നോക്കാം. ഈ ഒരു മാർക്ക് തന്നെയല്ലേ ഈ ഒരു പാഠത്തിൽ നിന്ന് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്രോബ്ലത്തിനൊപ്പം തന്നെ നമുക്ക് എന്തും പഠിക്കാനുണ്ട്, തിയറി പഠിക്കാനുണ്ട്. ആ തിയറി ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. ഇനി നിങ്ങൾക്ക് എത്ര മാർക്കിന്റെയാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ള 3 തിയറി ക്വസ്റ്റ്യൻസ് ആണ് മിസ്റ്റോട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒരു അഡ്മിഷൻ നടക്കുമ്പോൾ പുതിയ പാർട്ട്ണർ വരുമ്പോൾ അയാൾക്കുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയ right to share the asset of the firm, right to share the profit of the firm. സിമ്പിൾ വൺ. ഇത് ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ ഒരുപാട് പേര് ഇരിക്കാറുണ്ട്. ഒരാൾ പുതിയ പാർട്ട്ണർ വരുമ്പോൾ എന്തൊക്കെയാണ് അയാൾക്കുള്ള റൈറ്റുകൾ? അയാൾക്ക് ആ കമ്പനിയിലെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ആ അസറ്റുകൾ ഷെയർ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത് എഴുതിയാൽ മതി, 2 മാർക്കാണ്. Then, what are the different modes of reconstitution of a partnership? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ പുതുക്കി പണിയൽ നടക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് പുതുക്കി പണിയേണ്ടി വരിക? അഡ്മിഷൻ നടക്കുമ്പോൾ, റിട്ടയർമെന്റ് നടക്കുമ്പോൾ, ഡെത്ത് നടക്കുമ്പോൾ, ദെൻ പ്രോഫിറ്റ് ഷെയറിങ്ങിൽ ചേഞ്ചസ് വരുമ്പോൾ. ഇത്തരം കാരണങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് റീകോൺസ്റ്റിറ്റ്യൂഷൻ മോഡ്സുകൾ എന്ന് പറയുന്നത്. അതും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ മൂന്നാമത്തതാണ് ഗുഡ്വില്ലും അതിന്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ്വിൽ. ആ 3 മാർക്കിനും AFSകാരോട് 4 മാർക്കിനാണ് ചോദ്യം ചോദിക്കാറ്. ഇപ്പൊ മിസ് ഇതിൽ 2 മാർക്ക് 4 മാർക്കൊക്കെ പറഞ്ഞതിന്റെ കൂടെ ഈ 8 മാർക്ക് ഒഴിച്ച് ഇത് 5 മാർക്കിന് ചോദിക്കാം, ഇത് 4 മാർക്കിന് ചോദിക്കാം. ആർക്ക്? AFS കുട്ടികൾക്ക്. കാരണം അവർക്ക് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള കാരണമാണ്. വേറെ ഡിഫറൻസ് ഒന്നും തന്നെ അവർ തമ്മിൽ ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയും തിയറി ക്വസ്റ്റ്യൻസും ഇപ്പൊ ഈ തിയറി ക്വസ്റ്റ്യൻസ് മാർക്ക് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കി നോക്കിയേ. ഇപ്പൊ എത്ര മാർക്കോളം നമുക്ക് ഈ അഡ്മിഷന്റെ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് നോക്കാം. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഈ അഡ്മിഷന്റെ ചാപ്റ്റർ മീൻസ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞു തരട്ടെ. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്, അവിടെ റിലേഷൻഷിപ്പ് മാറുകയാണ്. എ ന്യൂ പാർട്ട്ണർ ഈസ് കം ഇൻ ടു ദ ബിസിനസ് ഫേം. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എഗ്രിമെന്റ് ചേഞ്ച് ചെയ്യും. അതിന്റെ മോഡ്സുകൾ മിസ് പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആകുമ്പോൾ, അഡ്മിഷൻ നടക്കുമ്പോൾ, റിട്ടയർമെന്റ് നടക്കുമ്പോൾ, ഡെത്ത് നടക്കുമ്പോൾ. ദെൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂഷൻ ഓഫ് എ പേഴ്സൺ ആസ് എ പാർട്ട്ണർ ടു ആൻ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേം. പഴയ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ ഇൻക്ലൂഡ് ആവുകയാണ്. സോ ഇറ്റ്സ് കോൾഡ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ദെൻ അതിന്റെ കൂടെ പിന്നെ എന്താണ്? അങ്ങനെ വരുമ്പോൾ അയാൾക്കുള്ള 2 റൈറ്റുകൾ, റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം, പ്രോഫിറ്റ് ഓർ ലോസസ് ഓഫ് ദി ഫേം. ഓക്കെ, ദെൻ ഇങ്ങനെ നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും? ക്യാപിറ്റൽ പുതിയതാളെ കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആവും, സാക്രിഫൈസിംഗ് റേഷ്യോ വരും, ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അസറ്റുകളെല്ലാം റിവാലുവേഷൻ നടത്തണം, റിസർവുകൾ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട്സ് എല്ലാം ബാലൻസ് ചെയ്ത് ബാലൻസിങ് ഫിഗർ കണ്ടെത്തണം. ഇവിടെ ഒരു പോയിന്റും കൂടി ഉണ്ട്, പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ഓക്കെ, ദെൻ ന്യൂ റേഷ്യോ എങ്ങനെ കാണാം? ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിംഗ് റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ എങ്ങനെ കാണാം? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ദെൻ ഗുഡ്വിൽ എന്താണ്? ഗുഡ്വിൽ എന്ന് പറയുന്നത് വാല്യൂ ഓർ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്ട് ഓഫ് ഫ്യൂച്ചർ ഓവർ ആൻഡ് എബവ് ദി നോർമൽ പ്രോഫിറ്റ്. ഇതൊരു ഇൻവിസിബിൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഗുഡ്വിൽ നമുക്ക് ഫേമിന് നല്ല സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഗുഡ്വിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഗുഡ്വിൽ നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് ജേർണൽ എൻട്രീസ് ഉണ്ട്. കാരണം നമുക്ക് ഇതിന്റെ ഗുഡ്വില്ലിന്റെ മാത്രം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് അതിലാണ് നമുക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഗുഡ്വില്ലും പ്രീമിയം കൊണ്ടുവരുന്നവരുണ്ട്, പിന്നെ വാല്യൂ ഓഫ് ദി ഫേം കണ്ടിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം ഉണ്ട്. ചില ഗുഡ്വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ട്, അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? അത് ഓൾഡ് പാർട്ട്നേഴ്സിനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം, കുറച്ച് വിഡ്രോവൽ ചെയ്യാം. അങ്ങനെ പല കൈൻഡ്സ് ഓഫ് ഗുഡ്വിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. എല്ലാ സിറ്റുവേഷനും പഠിക്കണം, അങ്ങനെ ഒറ്റ സിറ്റുവേഷൻ നമുക്ക് വരുള്ളൂ. ദെൻ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ മിസ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ അതിൽ ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ 3 മെത്തേഡും കൂടി ഒരു വീഡിയോ ചെയ്യണം. പിന്നീട് എന്താണ് ഈ പാഠത്തിൽ? ജേർണൽ എൻട്രീസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ജേർണൽ എൻട്രീസ് പഠിക്കാനായിട്ടുണ്ട്. അസറ്റുകളും ലയബിലിറ്റീസും റിവാലുവേഷൻ നടത്തുമ്പോൾ ജേർണൽ എൻട്രീസ് പഠിക്കാനുണ്ട്. റിസർവുകളും അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്നുള്ളത്. പിന്നെ ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. കണ്ടു, ഇവിടെ അങ്ങോട്ട് നമുക്ക് പോയാൽ പ്രോബ്ലംസ് ചെയ്യാനാണ് നമ്മൾ എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഒരു പാഠം ഇത്രയും പഠിച്ചാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ തന്നെ പറ്റുള്ളൂ.
അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ സ്റ്റുഡൻസും, എബവ് ആവറേജ് സ്റ്റുഡൻസ്, A+ വിന്നേഴ്സ്, ഫുൾ മാർക്ക് സ്റ്റുഡൻസ് ആൻഡ് ഫെയിൽഡ് സ്റ്റുഡൻസ്, ഡബിൾ പാസ് വേണ്ടവർ, അങ്ങനെ എല്ലാ കുട്ടികളും ഈ പാഠമാണ് നല്ല പോലെ പഠിക്കേണ്ടത്. 4 പാഠങ്ങളിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ അഡ്മിഷൻ. ഓക്കെ, ദെൻ പിന്നീട് ഇതിനോടൊപ്പം മിസ് ചെയ്തിരിക്കുന്നത് ഡിസൊല്യൂഷൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡിസൊല്യൂഷനേക്കാൾ ഒന്നും കൂടി നല്ല ഇമ്പോർട്ടൻ്റ് ഒരു പാഠം നമ്മളെ ബേസിക് കൺസെപ്റ്റ് ആണ്, ഫസ്റ്റ് ചാപ്റ്റർ. പക്ഷേ ഞാൻ ഡിസൊല്യൂഷൻ പറയാൻ കാരണം 8 മാർക്കിന്റെ എസ്സേ പ്രോബ്ലം വരുന്നത് കൊണ്ട് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് 8 മാർക്കിന്റെ റിയലൈസേഷൻ ആവും, ഈ ഒരു പ്രോബ്ലം ആയിരിക്കും ഏറ്റവും എളുപ്പം ഉണ്ടാവുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അവർക്ക് ഇതും എളുപ്പമാവണ്ടേ. അപ്പം അതുകൊണ്ടാണ് രണ്ട് പാഠം വെച്ച് മിസ് ക്ലാസ് എടുക്കാന്ന് വെച്ച്. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബാക്കി 2 പാഠം ഡിസ്കസ് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ പറഞ്ഞ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. 16-ാം തീയതി നമ്മുടെ അക്കൗണ്ടൻസി എക്സാമിന് പോകുമ്പോഴേക്കും നിങ്ങൾ എല്ലാ ലെവലിലും ഓക്കെ ആയിരിക്കണം. AFS കുട്ടികൾക്കും വീഡിയോസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡുകാർക്കും വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രോബ്ലം വൈസ് പഠിക്കേണ്ടത് ഒരു റിയലൈസേഷൻ അക്കൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. ഇത് നമുക്ക് 5 മാർക്കിനും 8 മാർക്കിന്റെ എസ്സേ പ്രോബ്ലത്തിലും പോകും. 5 മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ എസ്സേ പ്രോബ്ലം നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ അത് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ 2 പ്രോബ്ലം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ ഈ പാഠത്തിൽ പഠിക്കാൻ. നിങ്ങൾ തിയറിയാണ് ഇതിൽ പഠിക്കേണ്ടത്. 2 ഇമ്പോർട്ടൻറ്റ് തിയറി. ഇത് ഷുവർ ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴേ 2 എണ്ണം അതിൽ വന്നിട്ടുണ്ട്. 2 ഡിഫറൻസും വന്നിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമും പാർട്ട്ണർഷിപ്പും ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ഇത് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിന് റിയലൈസേഷനും റിവാലുവേഷനും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരൊറ്റ ഡിഫറൻസ് ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടൻസ് ചോദിക്കാറ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 തിയറീസാണ്. അപ്പൊ ചില കൊല്ലങ്ങളിലുള്ള ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് ഗീവ്സ് ടു തിയറി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ തിയറി ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള ഡിഫറൻസുകളൊക്കെ 2 എണ്ണം 3 എണ്ണം ഒക്കെ അവരിടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല അല്ലെ, തിയറി ആണോ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രോബ്ലം ആണോ. ഈക്വൽ റേഷ്യോ എന്നൊക്കെ പറയുന്നതന്നെ ഉള്ളൂ. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ റേഷ്യോസ് ഒന്നും ഈക്വൽ അല്ല. സോ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിന് നിങ്ങൾ എന്ത് പഠിക്കണം, ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പും പാർട്ട്ണർഷിപ്പ് ഫേമും അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമും പഠിക്കണം. റിയലൈസേഷനും റിവാലുവേഷനും തമ്മിലുള്ള ഡിഫറൻസും പഠിക്കണം. അതാണ് ഏറ്റവും മെയിൻ കേട്ടോ. ദെൻ ഈ പാഠത്തിൽ എന്താ പറയുന്നത്, ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഫേം അടച്ചു പൂട്ടാണ് അല്ലെ. എന്തൊക്കെയാണ് നമുക്കിവിടെ നോക്കാനുള്ളത് നോക്കാം. ഡിസൊല്യൂഷന്റെ ചാപ്റ്ററിൽ നമുക്ക് എന്താണ് ഡിസൊല്യൂഷൻ എന്ന് അറിയണം, എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് അറിയണം. ഫേം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നു, അസറ്റുകൾ എടുത്ത് വെക്കുന്നു, ലയബിലിറ്റീസ് പറക്കി പേയ്മെന്റ് നടത്തുന്നു. ദെൻ പാർട്ട്നേഴ്സ് എല്ലാം സെറ്റിൽ ഓഫ് ചെയ്യുന്നു അവരുടെ ദയർ അക്കൗണ്ട്സുകളെല്ലാം. പക്ഷേ പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ റേഷ്യോ റിലേഷൻഷിപ്പ് മാത്രമേ അവിടെ മാറുന്നുള്ളൂ. ഇതിന്റെ മോഡ്സ് ഡിഫറെന്റ് ആണ്. കാരണം അഡ്മിഷനിൽ പറഞ്ഞ മോഡ്സ് അല്ല ഇവിടെ എന്താ, എഗ്രിമെന്റിൽ ഡിസൊല്യൂട്ട് ചെയ്യാം, നോട്ടീസ് ചെയ്യാം, കോർട്ടിന് ഇടപെടാം, കമ്പൽസറി ഡിസൊല്യൂഷൻ ചെയ്യാം, എന്തെങ്കിലും ഇൻസോൾവൻസി കണ്ടിൻജൻസി വന്നാലൊക്കെ നമുക്ക് നമ്മളെ ബിസിനസ് അടച്ചു പൂട്ടാം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ് റിയലൈസേഷൻ അക്കൗണ്ട്. അതെന്തിനാണ്, ക്ലോസിംഗ് അക്കൗണ്ട്സ്, പേയിങ് ലയബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കേണ്ട ജേർണൽ എൻട്രീസ് നമ്മൾ നോക്കാനായിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞ 2 ഡിഫറൻസുകളാണ്. ഒന്ന് റിവാലുവേഷനും റിയലൈസേഷൻ അക്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. റിവാലുവേഷൻ ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ്. റിയലൈസേഷൻ ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. ഒന്നാമത്തെ ജേർണൽ എൻട്രി, ഒന്നാമത്തെ ഡിഫറൻസ്. ഓക്കെ, ഇതെന്തിനാണ്, റീവാലുവേഷൻ തയ്യാറാക്കുന്നത് അസറ്റിന്റെ വാല്യൂസ്, റിവൈസ്ഡ് വാല്യൂസ് അറിയാനാണ്. ഡിസൊല്യൂഷൻ തയ്യാറാക്കുന്നത് എന്തിനാണ്, സീൽ ഓഫ് അസറ്റിനും പേയ്മെന്റ് ഓഫ് ലയബിലിറ്റീസിനും വേണ്ടിയിട്ടാണ്. ദെൻ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്താണ് എഴുതാ, അസറ്റ് ഇൻക്രീസ് ആയോ അസറ്റ് ഡിക്രീസ് ആയോ എന്നൊക്കെയാണ് എഴുതാ. ഇവിടെ നമ്മൾ ബുക്ക് വാല്യൂ എഴുതും, അതുപോലെ തന്നെ റിയലൈസ്ഡ് വാല്യൂ എഴുതും. ദെൻ ഇത് റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേം കണ്ടിന്യൂ ആഫ്റ്റർ ഇറ്റ്സ് പ്രിപ്പറേഷൻ അല്ലെ. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. പക്ഷെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഒന്നും തയ്യാറാക്കില്ല. ദ ഫേം ഈസ് ഡിസോൾവ്ഡ്. ഓക്കെ, 4 ഡിഫറൻസുകൾ പഠിച്ചു വെക്കാം. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഡിഫറൻസ് ആണ് എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ അക്കൗണ്ട്സ് എല്ലാം സെറ്റിൽ ചെയ്യുന്നില്ല. ഡിസൊല്യൂഷനിലെ അക്കൗണ്ട്സ് എല്ലാം സെറ്റിൽ ചെയ്യുന്നു. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ന്യൂ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നില്ല. ഇവിടെ ഇന്റർവെൻഷൻ ഓഫ് ദി കോർട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് കോർട്ടിന് ഇടപെടൽ നടത്താം. ബിസിനസ് ഈസ് നോട്ട് ക്ലോസ്, ബിസിനസ് ഈസ് ക്ലോസ്. ഇത് ഏറ്റവും എളുപ്പമുള്ള
ജസ്റ്റ് പാസ്സാവാൻ പറ്റിയ കുട്ടികൾക്കുള്ള സെൻറ്റൻസ് ആണ്. കാരണം ഇത് എഴുതിയാലും മാർക്ക് കിട്ടും കിട്ടില്ല എന്നൊന്നല്ല, പക്ഷെ ഒന്നും കൂടി നല്ല സെൻറ്റൻസ് നിങ്ങളെ ടെക്സ്റ്റ് വൈസിലുണ്ട്. അതിൽ ആദ്യം എന്താണ് ഡെഫിനിഷൻ ഒന്ന് എഴുതാം. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൺലി ചേഞ്ചസ് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് വെച്ചാൽ എന്താ? വി ആർ ലിക്വിഡേറ്റ് അവർ ബിസിനസ്. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ ഇതിൽ തയ്യാറാക്കുന്ന അക്കൗണ്ടുകൾ ഏതാ? ഇവിടെ റിവാലുവേഷൻ തയ്യാറാക്കും, ഇവിടെ നമ്മൾ റിയലൈസേഷൻ തയ്യാറാക്കും. അങ്ങനെയുള്ള ഒരുപാട് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ ഒരു 5-6 എണ്ണം നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഒരു 5 എണ്ണെങ്കിലും മിനിമം എടുക്കാം. കാരണം 5 മാർക്കിന് പോയുള്ളതാണ്. അപ്പോൾ 5 മാർക്കിന് പോകുമ്പോൾ ഒരു 5 കൂടുതൽ എഴുതണം. ഒരു 6 പോയിന്റൊക്കെ ഇങ്ങനെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പാട്ടിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ 2 പാഠങ്ങൾ നല്ല പോലെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അക്കൗണ്ടൻസിയിൽ ഫസ്റ്റ് കാര്യം. പിന്നെ മോഡൽ എക്സാം ഒക്കെ ആയിട്ട് കുറേ കുട്ടികൾ ഈ 2 പാഠം പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 2 പാഠം പഠിച്ചു കഴിഞ്ഞവർ ഒന്ന് റിവൈസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ചെയ്യുക. നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഓരോന്ന് എടുത്ത് ചെയ്ത് നോക്കി നോക്കാം. മിസ് പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കിട്ടുന്നുണ്ടോ, നിങ്ങൾ ഓക്കെ ആണെന്നൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മളിത് ഓക്കെ ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ നമ്മൾ വീഡിയോസ് കാണുകയോ നിങ്ങളത് ക്ലിയർ ചെയ്യുക, ടീച്ചേഴ്സിനോട് ചോദിക്കുകയോ ചെയ്യുക. കാരണം നമ്മുടെ ടൈം എല്ലാം കഴിഞ്ഞു. നമ്മൾ ഒരു വർഷത്തെ ഹാർഡ് വർക്ക് ഇനി ഒരു 15 ഡേയ്സിൻ്റെ ഉള്ളിൽ അക്കൗണ്ടൻസിയിൽ വരാൻ പോവുകയാണ്. സോ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.